രാഹുൽ മാങ്കൂട്ടത്തിന് വീണ്ടും കുരുക്കുമുറുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകി. നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ പരാതിക്കാരുടെ ഭർത്താവാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകിയത്. തനിക്ക് വലിയ മാനനഷ്ടമുണ്ടാക്കി, തന്റെ ഭാര്യ, അതായത് പെൺകുട്ടി വിവാഹിതയാണ്, തന്റെ ഭാര്യയാണ് എന്ന് അറിഞ്ഞിട്ട് പോലും വഴിവിട്ട ബന്ധം രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ ഭാര്യയുമായി സ്ഥാപിച്ചു. ഇതിലൂടെ തനിക്ക് വലിയ മാനനഷ്ടമാണ് ഉണ്ടാകിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകിയിരിക്കുന്നു. പരാതിക്കാരുടെ ഭർത്താവാണ് പരാതിയുമായി എത്തിയിരിക്കുന്നത്. തന്റെ അസാന്നിധ്യം അവസരമാക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ പരാതിക്കാരിയെ വശീകരിച്ചു. ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം തീർക്കാനാണ് ശ്രമിച്ചത് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാദം. പ്രശ്നം പരിഹരിക്കാനായിരുന്നെങ്കിൽ എന്തുകൊണ്ട് തന്നെ ബന്ധപ്പെട്ടിട്ടില്ല എന്നും ഈ പരാതിക്കാരുടെ ഭർത്താവ് ചോദിക്കുന്നുണ്ട്. ഏതായാലും മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകിയിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും വലിയ കുരുക്ക് തന്നെ മുറുകുകയാണ്. നേരത്തെ പരാതിക്കാരി ഉന്നയിച്ച കാര്യങ്ങളിൽ വസ്തുതയില്ല, അത് വസ്തുതാപരമല്ല, എനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ കോടതിയെ ബോധിപ്പിച്ചോളാം, നിങ്ങളോടത് പറയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് ഇപ്പോഴും ജനമധ്യത്തിൽ ഇറങ്ങി നിൽക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂടുതൽ പരാതികൾ വരുന്നു. തൻ്റെ ഭാര്യയെ വഴിവിട്ട ബന്ധം സ്ഥാപിച്ച് ഉപയോഗിച്ചു എന്നതടക്കമുള്ള പരാതികളാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നിരിക്കുന്നത്. ഭാരതീയ ന്യായ സംഹിത 84 പ്രകാരം കേസെടുക്കണമെന്നാണ് ഇപ്പോൾ പരാതിക്കാരൻ്റെ ആവശ്യം. സച്ചിൻ വള്ളിക്കാട് പാലക്കാട് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സച്ചിൻ, മുഖ്യമന്ത്രിക്കും DGPക്കും പരാതിക്കാരിയുടെ ഭർത്താവ് നൽകിയ പരാതിയിൽ കാര്യങ്ങൾ വ്യക്തമാണ്. വിവാഹിതയാണ് എന്നറിഞ്ഞിട്ടും രാഹുൽ തൻ്റെ ഭാര്യയുമായി വഴിവിട്ട ബന്ധം സ്ഥാപിച്ചു. തങ്ങൾ തമ്മിലുള്ള പ്രശ്നം തീർക്കാനായിരുന്നുവെങ്കിൽ ഭാര്യയെ മാത്രം എന്തിന് കോൺടാക്ട് ചെയ്തു, എന്തുകൊണ്ട് തന്നെ കോൺടാക്ട് ചെയ്തില്ല രാഹുൽ എന്നതടക്കമുള്ള, അപ്പോൾ കൃത്യമായ ഇന്റൻഷനോട് കൂടിയായിരുന്നു രാഹുൽ ഈ പെൺകുട്ടിയെ സമീപിച്ചത് എന്ന് തന്നെയാണ് ഈ പരാതിയിൽ പറയുന്നത്. തീർച്ചയായും വിനിഷ, രാഹുലിനെതിരെ കൂടുതൽ കുരുക്കുമുറുകുകയാണ്. പരാതിക്കാരിയുടെ ഭർത്താവാണ് ഇപ്പോൾ ചീഫ് മിനിസ്റ്റർ, അതായത് മുഖ്യമന്ത്രിക്കും DGPക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി നൽകിയിട്ടുള്ളത്. പ്രധാനമായും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നൽകിയ പരാതിയിൽ പറയുന്നത് 2022 ഈ പരാതിക്കാരിയെ ഈ പരാതി നൽകിയ ആൾ വിവാഹം ചെയ്യുന്നു. തുടർന്നാണ് പരാതിക്കാരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ബന്ധങ്ങൾ സ്ഥാപിക്കുകയും ഇവർ തമ്മിൽ, അതായത് നിലവിൽ പരാതി നൽകിയിട്ടുള്ള ആളും അതേപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതിയും തമ്മിലുള്ള പ്രശ്നങ്ങളിലേക്ക് ഇടപെട്ടുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരത്തിൽ ബന്ധങ്ങൾ സ്ഥാപിച്ചത് എന്നാണ് പരാതിക്കാരൻ ഈ മുഖ്യമന്ത്രിക്കും അതേപോലെ തന്നെ DGPക്കും നൽകിയ പരാതിയിൽ പ്രധാനമായും പറയുന്നത്. ഇത്തരത്തിൽ കൃത്യമായ രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ യുവതിയുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ബന്ധം സ്ഥാപിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. എന്നിട്ട് അതിന് ചൂഷണത്തിന് വിധേയമാക്കുകയാണ് യുവതിയെ ചെയ്തിട്ടുള്ളത് എന്ന കാര്യമാണ് പരാതിക്കാരൻ വ്യക്തമാക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു പരാമർശം തന്നെയാണ് പരാതിയിൽ പറഞ്ഞിട്ടുള്ളത്. അതിനാൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂടുതൽ കുരുക്ക് മുറുകുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. തൻ്റെ അസാന്നിധ്യം അവസരമാക്കിക്കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ യുവതിയുമായി ബന്ധം സ്ഥാപിച്ചത് എന്ന കാര്യവും പരാതിക്കാരൻ വ്യക്തമാക്കുന്നുണ്ട്. അതായത് പ്രശ്നങ്ങൾ പരിഹരിക്കാനായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഈ യുവാവിനെ ബന്ധപ്പെട്ടില്ല എന്ന കാര്യം പരാതിക്കാരൻ പറയുന്നുണ്ട്. കൃത്യമായ രീതിയിൽ യുവതിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ യുവതിയുമായി ബന്ധം സ്ഥാപിച്ചത്. എന്നാൽ യുവതിയുമായുള്ള എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ മറ്റ് കാര്യങ്ങളൊന്നും തന്നോട് ഇതുവരെ ചോദിച്ചിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെയാണ് പ്രശ്നം പരിഹരിക്കാനാണെങ്കിൽ തന്നോട് ചോദിക്കാമായിരുന്നില്ല കാര്യങ്ങൾ, എന്താണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ പരാതിയിൽ പ്രധാനമായും പറയുന്നത്. അതിനാൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ BNS 84 പ്രകാരം കേസെടുക്കണമെന്ന ആവശ്യവും പരാതിക്കാരൻ ഉന്നയിക്കുന്നുണ്ട്. അതിനാൽ തന്നെ രാഹുലിനെതിരെ കൂടുതൽ കുരുക്കു മുറുകുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. വിൻഷ, ഈ പരാതിയിൽ അതിജീവിതയുടെ ഭർത്താവ്, പരാതിക്കാരൻ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, തങ്ങളുടെ ജീവിതത്തിലെ ചില പ്രശ്നങ്ങൾ അതിൽ ഒരു പരിഹാരമുണ്ടാക്കാൻ മധ്യസ്ഥതയ്ക്കായാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്നത് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘത്തിന് മുൻപാകെ പറഞ്ഞ കാര്യം. ഈ കാര്യങ്ങളൊക്കെ കോടതിക്ക് മുൻപാകെ ഞാൻ പറഞ്ഞുകൊള്ളാം. മാധ്യമപ്രവർത്തകരോട് ഇതുവരെയും ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു കാര്യം രാഹുൽ ഷെയർ ചെയ്യാൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് മറ്റൊരു വസ്തുത. പക്ഷേ രാഹുലിൻ്റെ വാദം ഇതാണ്, ആ പെൺകുട്ടിയെ
പെൺകുട്ടിയെ പരിചയപ്പെട്ടത് ആ ഒരു അവസ്ഥയിലാണ്. ഗാർഹിക പീഡനം നേരിട്ടിരുന്നു ആ പെൺകുട്ടി. അതിജീവിതയുടെ വീട്ടിൽ വിവാഹിത ജീവിതത്തിൽ ഉണ്ടായ അസ്വാരസ്യങ്ങൾ അത് ഇല്ലാതെയാക്കാൻ, അതിൽ മധ്യസ്ഥത വഹിക്കാനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെന്നത് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാദം. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് തന്നെ സമീപിച്ചില്ല എന്ന് ഈ പരാതിക്കാരൻ ഉന്നയിക്കുന്ന ചോദ്യം അത് വലിയ ചോദ്യം തന്നെയാണ്. കാരണം ഒരു പെൺകുട്ടിയെ ഇല്ലാതാക്കുക എന്നുള്ള ഇൻറ്റൻഷനോട് കൂടിയാണ് ആ പെൺകുട്ടിയോട് രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പെൺകുട്ടിയും അതിജീവിതയും സംസാരിക്കുന്ന ഓഡിയോ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഒരു കുഞ്ഞിനെ വേണം എന്ന നിർബന്ധം പിടിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അതിജീവിത ഗർഭം ധരിച്ച ശേഷം ആ കുഞ്ഞിനെ ഇല്ലാതാക്കണം, ഗർഭസ്ഥ ശിശുവിനെ ഇല്ലാതാക്കണം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അതിനുശേഷമാണ് കുഞ്ഞിനെ ഇല്ലാതാക്കാനുള്ള ഗുളിക വരെ, അബോഷനുള്ള ഗുളിക വരെ അതിജീവിതയ്ക്ക് പക്കലേക്ക് രാഹുൽ സുഹൃത്ത് വഴി എത്തിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ കരുതിക്കൂട്ടി ഇല്ലാതാക്കാൻ, ഒരു ജീവിതം ഇല്ലാതാക്കുക എന്നുള്ള ഇൻറ്റൻഷനോട് കൂടി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ചെയ്തികളെല്ലാം, ഇന്നുവരെയുള്ള എല്ലാ ചെയ്തികളും ഉണ്ടായിരുന്നത് എന്ന് ഊട്ടിയുറപ്പിക്കുന്ന പരാതിയാണ് ഇപ്പോൾ നിലവിൽ അതിജീവിതയുടെ ഭർത്താവ് നൽകിയിരിക്കുന്നത്. തീർച്ചയായും വിൻഷ, അത് തന്നെയാണ്. കാരണം അതിക്രൂരമായ രീതിയിൽ തന്നെയാണ് യുവതിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉപയോഗിച്ചത് എന്ന പരാമർശമടക്കം ഈ പരാതിയിൽ യുവാവ് ഉന്നയിക്കുന്നുണ്ട്. പ്രധാനമായും 2024 ഇവർ തമ്മിൽ വിവാഹം കഴിക്കുന്നത്. 2022 മുതൽ യുവതിയും ഈ പരാതി നൽകിയിരിക്കുന്ന യുവാവും തമ്മിൽ പ്രണയത്തിലായിരുന്നു. തുടർന്ന് 2024 ഗുരുവായൂരിൽ വെച്ചാണ് വിവാഹം കഴിച്ചത്. ആ വിവാഹ ചടങ്ങിലും വിവാഹ സൽക്കാരത്തിലടക്കം ജനപ്രതിനിധികൾ അടക്കമുള്ള ആളുകളെല്ലാം പങ്കെടുത്തിരുന്നു. അതിനുശേഷമാണ് യുവതി തിരുവനന്തപുരത്ത് ജോലി ചെയ്യുകയാണ്. അവിടെ തിരുവനന്തപുരത്ത് താമസിച്ചുകൊണ്ടാണ് ജോലി ചെയ്യുന്നത്. യുവാവിൻ്റെ സ്ഥലം മറ്റൊരിടമായതിനാൽ തന്നെ ഇടയ്ക്ക് നാട്ടിൽ പോയി വരാറുണ്ട്. ആ സമയത്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ യുവതിയെ വശീകരിക്കുകയും തുടർന്ന് സ്നേഹം സ്ഥാപിച്ച് വശീകരിക്കുകയും തുടർന്ന് ലൈംഗികമായി ചൂഷണം ചെയ്യുകയും ചെയ്തത് എന്നാണ് യുവാവ് പരാതിയിൽ പറയുന്നത്. കൂടാതെ തന്നെ യുവതിയെ വിവാഹം കഴിക്കുമെന്നും പറഞ്ഞുകൊണ്ട് യുവതിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ഗർഭം ധരിപ്പിക്കുകയും തുടർന്ന് ഗർഭിണി ആയപ്പോൾ ഗുളിക നൽകി ഗർഭചിത്രത്തിന് നിർബന്ധിക്കുകയും ചെയ്തു തുടങ്ങിയ കാര്യങ്ങളെല്ലാം പരാതിയിൽ യുവാവ് പറയുന്നുണ്ട്. യുവാവിൻ്റെ കുടുംബത്തെ അടക്കം വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇത്തരം ചെയ്തികൾ എന്നാണ് യുവാവ് പ്രധാനമായും പരാതിയിൽ പറയുന്നത്. ഇത്തരത്തിൽ തൻ്റെ കുടുംബ ജീവിതം തകർക്കാൻ പ്രധാന കാരണം രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അതിനാൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ നടപടി സംസ്ഥാന പോലീസ് സ്വീകരിക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ പരാതി നൽകുന്നത് എന്നും പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട്. മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കുമാണ് യുവാവ് പരാതി നൽകിയിരിക്കുന്നത്. ഇത്തരത്തിൽ പരാതി നൽകാനുണ്ടായ പ്രധാന സാഹചര്യമായി യുവാവ് പറയുന്നത് താൻ വലിയ രീതിയിലുള്ള മാനസിക സമ്മർദ്ദങ്ങളും വിഷമങ്ങളും നേരിടുന്നുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇടപെടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങളും അതേപോലെ തന്നെ അധിക്ഷേപങ്ങളെല്ലാം തനിക്ക് നേരെയും ഉണ്ടാവുന്നുണ്ട്. അതിനെല്ലാം പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ യുവാവ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. തൻ്റെ കുടുംബജീവിതം അടക്കം തകരാൻ കാരണം രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്ന കൃത്യമായ തെളിവുകൾ സഹിതമാണ് യുവാവ് പരാതി നൽകിയിരിക്കുന്നത്. അതിനാൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂടുതൽ ശക്തമായ കുരുക്ക് മുറുകുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതിനാൽ തന്നെ വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർ നടപടികൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കൂടുതൽ വകുപ്പുകളും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല വിൻഷ.